എന്താണ് പ്രധാനപ്പെട്ട ആവശ്യം? സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാവെന്നില്ലാതെ പകലെന്നില്ലാതെ ഒരു കൂട്ടം സ്ത്രീകൾ സമരം ചെയ്യുകയാണ്. കേരളത്തിലെ 27,000-ഓളം വരുന്ന ആശാ വർക്കർമാരുടെ പ്രതിനിധികളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ വന്ന് എത്തിച്ചേരുകയാണ്. 6 ദിവസമായി പ്രക്ഷോഭത്തിലാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, 7,000 രൂപയാണ് ഓണറേറിയം. അതുപോലെ 3-4 മാസം കൂടുമ്പോൾ മാത്രമേ തരാറുള്ളൂ. ഒരു ദിവസം 222 രൂപയാണ് ഓണറേറിയം എന്നുള്ളത് നോക്കുക. 7,000 രൂപ കിട്ടണമെങ്കിൽ എത്ര മാനദണ്ഡങ്ങൾ മീറ്റ് ചെയ്യണം? ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് 10 മാനദണ്ഡം. ഒരു 64-ൽ പരം ജോലികൾ ചെയ്താൽ മാത്രമാണ് ഇന്ന്. അത് രാവിലെ 7 മണിക്ക് തുടങ്ങി രാത്രി 12 മണി വരെ നിൽക്കുന്ന ജോലി സമയമാണുള്ളത്. ലീവില്ല, മറ്റ് ആനുകൂല്യങ്ങളില്ല, ഞായറാഴ്ച പോലും വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ രാപ്പകലില്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ആശാവർക്കർമാർ. അതുകൊണ്ട് മാനദണ്ഡങ്ങൾ പിൻവലിക്കണം. ഇത് സമയബന്ധിതമായി തുടങ്ങും. എല്ലാ മാസവും 5-ാം തീയതിക്കുള്ളിൽ ഈ എത്രയാണോ വേതനം അത് നൽകിയിരിക്കണം. വർദ്ധിപ്പിക്കുന്ന വേതനം അതത് മാസം നൽകണം. കുടിശ്ശികയാക്കാൻ പറ്റില്ല. ഇനി മുതൽ അനുവദിക്കാൻ പറ്റില്ല. സമരം തീരുമാനമായി ഉത്തരവ് കൈ കിട്ടാതെ നിങ്ങൾ ഇവിടെ നിന്ന് പോവില്ല? ഞങ്ങൾ പോകില്ല. ആശാവർക്കർമാരെ 62 വയസ്സിൽ വെറും കൈയോടെ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നു. ഏറ്റവും ചുരുങ്ങിയത് 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യമില്ലാതെ പെൻഷൻ തരണം. അപകട സമയത്ത് ചികിത്സാ സഹായം വേണം, മരണാനന്തര സഹായം വേണം. ഇതൊക്കെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡുകളാണ്. ചർച്ചയിലൊരു ശുഭാപ്തി വിശ്വാസവും തീർച്ചയായും ഉണ്ട്. ഗവൺമെന്റ് മനസ്സിലാക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ആയിരക്കണക്കിന് സ്ത്രീകൾ തെരുവിലാണ്. ഈ വളരെ സമാധാനപരമായിട്ടാണ് സമരം ചെയ്തത്. ഇതുവരെ അത് ലംഘിച്ചുകൊണ്ട് യാതൊരു കാര്യം ചെയ്യുന്നില്ല, ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതുകൊണ്ട് ഗവൺമെന്റ് അനുഭാവപൂർവ്വം പരിഗണിക്കും. ഉത്തരവ് കയ്യിൽ കിട്ടിയിട്ട് മാത്രമേ ഞങ്ങൾ തിരിച്ചു പോകുള്ളൂ. രാത്രിയും പകലും ഇവിടെ സമരമാണ്. രാത്രിയും പകലും ഇവരുടെ ആവശ്യം ന്യായമാണെന്ന് പറയാതെ വയ്യ. കാരണം നമ്മൾ സർക്കാർ ആശുപത്രികളിലൊക്കെ പോകുമ്പോൾ കാണാം, അല്ലെങ്കിൽ വീട്ടിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾ, വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ നിരന്തരം ഇടപെടുകയും എന്തെങ്കിലും മരുന്നൊക്കെയായി വരുന്ന ആശാവർക്കർമാരാണ്. അവർ രാവെന്നില്ലാതെ പകലെന്നില്ലാതെ ജോലി ചെയ്യുന്നവരാണ്. നമ്മുടെ ഈ ആരോഗ്യ മേഖലയിലെ 1-ാം സ്ഥാനത്തിനൊരു പങ്ക് ഇവർക്കും ആ വിഹിതം കൊടുത്തേ പറ്റൂ. ആ നിലയിൽ ജോലി ചെയ്യുന്നവർക്കാണ് 7,000 രൂപ ഓണറേറിയം നൽകുന്നത്. മാത്രമല്ല അത് പല മാനദണ്ഡങ്ങൾ എത്തുന്നില്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് കളയുന്ന സ്ഥിതിയുണ്ട്. 7,000 എന്നത് വർദ്ധിപ്പിച്ചാൽ തന്നെ ഇപ്പോൾ 3 മാസം കുടിശ്ശികയുണ്ട് ഈ വേതനം. ആ വേതനം പൂർണ്ണമായി ഇനി മുതൽ എല്ലാ മാസവും കൊടുക്കാൻ തയ്യാറാകണം. 62-ാം വയസ്സിൽ പിരിഞ്ഞു പോവുകയാണെങ്കിൽ ആ സമയത്ത് ഇവർക്ക് വിരമിക്കൽ ആനുകൂല്യം എന്ന പേരിൽ തുകകൾ നൽകണമെന്ന ആവശ്യമാണ് ഇവർ മുന്നിൽ വെച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ സർക്കാർ അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് 5 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരമുണ്ട്. ഇന്നിവിടെ കുടുംബ സംഗമം, ഈ ആശാവർക്കർമാരുടെ കുടുംബങ്ങൾ എല്ലാം ഇവിടെ എത്തി വലിയൊരു സംഗമമായി ഇവിടെ പ്രതിഷേധം മാറുകയാണ്. 20-ാം തീയതി മഹാസംഗമം എന്ന പേരിൽ പലതരം പദ്ധതികളാണ്. സർക്കാർ കൃത്യമായ തീരുമാനമെടുക്കണം. അത് ഉത്തരവായി കയ്യിൽ കിട്ടുന്നതുവരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് മടങ്ങില്ല എന്നുള്ളതാണ് ഇവരുടെ നിലപാട്.